ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രിക് ആൻഡ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ട്രിഗ്നോമെട്രിക് ഓപ്പൺ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ വരുന്ന ഫംഗ്ഷൻസിൻ്റെ ട്രിഗ്നോമെട്രിക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ. The sine and cosine functions of a complex variable z are defined by means of the equation cos z equal to e raised to iz plus e raised to minus iz by 2 and sin z equal to e raised to iz minus e raised to minus iz by 2i. ഓക്കെ, നമുക്കറിയാവുന്നതാണ് cos z നമുക്ക് e raised to iz plus e raised to minus iz by 2 ആയിട്ടും sin z നമുക്ക് e raised to minus iz minus e raised to iz minus e raised to minus iz by 2i നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നോക്കുക, നമ്മൾ ഈ സൈൻ സെറ്റും കോസ് സെറ്റും നമ്മൾ എന്ത് ചെയ്തു, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടുള്ള ഇ റേസ് ടു ഐ സെറ്റിൻ്റെയും ഇ റേസ് ടു മൈനസ് സെറ്റിൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എഴുതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എന്താണ്, എൻറ്റയർ ഫംഗ്ഷൻ. എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും എന്തായിരിക്കും, അനാലിറ്റിക് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളുടെ സൈനും കൊസൈനും ഫംഗ്ഷൻസും എൻറ്റയർ ആയിരിക്കും. Being the linear combination of the entire functions e raised to iz and e raised to minus iz, the sine and cosine functions are entire function. Entire function എന്ന് പറഞ്ഞാൽ അത് അനാലിറ്റിക് എവരിവെയർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി 2 sin z1 cos z2 ഈക്വൽ ടു sin z1 plus z2 plus sin z1 minus z2. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ 2 sin z1 cos z2 നമ്മളിപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു സൈൻ സെഡ് അല്ലെങ്കിൽ കോസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് എച്ച് ബൈ 2 ബൈ ആൻഡ് കോസ് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ബൈ 2 ആണ്. സോ നമ്മളിവിടെ സൈനിനും കോസിനും പകരം നമ്മൾ ആ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു, സെഡ് ഈക്വൽ ടു സെഡ് വണ്ണും സെറ്റും. ഓക്കെ, ശ്രദ്ധിക്കണം. ദെൻ 2 ഇൻറ്റു സൈൻ സെഡ് വൺ എന്ന് തരും ഇ റേസ് ടു ഐ ഇൻറ്റു സെഡ് വൺ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് വൺ ബൈ 2i ഇൻറ്റു കോസ് സെറ്റ് എന്നാൽ ഇ റേസ് ടു ഐ സെഡ് ടു പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ടു ബൈ 2 വരും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ 2 വരുന്നു, ഈ 2 തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ വി ഗെറ്റ് ഇ റേസ് ടു ഐ സെഡ് വൺ ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് ടു പ്ലസ് ഇ റേസ് ടു ഐ സെഡ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ സെഡ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് വൺ ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ സെഡ് ടു ബൈ 2i വരും. ഇതിനകത്ത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. നമ്മൾ എന്താക്കാൻ പോകുന്നു, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇ റേസ് ടു ഐ ഇൻറ്റു സെഡ് വൺ പ്ലസ് സെഡ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു സെഡ് വൺ പ്ലസ് സെഡ് ടു ആയിട്ടും ഇ റേസ് ടു ഐ ഇൻറ്റു സെഡ് വൺ മൈനസ് സെഡ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് സെഡ് വൺ മൈനസ് സെഡ് ടു ആയിട്ട് നമ്മൾ മാറ്റുന്നു. അതായത് സെഡ് വൺ പ്ലസ് സെഡ് ടുവിൻ്റെ 2 ടേംസ് ആയിട്ടും സെഡ് വൺ മൈനസ് സെഡ് ടുവിൻ്റെ ടേംസ് ആയിട്ടും നമ്മൾ എന്തൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും, ഇ റേസ് ടു ഐ ഇൻറ്റു സെഡ് വൺ പ്ലസ് സെഡ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു സെഡ് വൺ പ്ലസ് സെഡ് ടു ബൈ 2i പ്ലസ് ഇ റേസ് ടു ഐ ഇൻറ്റു സെഡ് വൺ മൈനസ് സെഡ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു സെഡ് വൺ മൈനസ് സെഡ് ടു ബൈ 2 വരും. ശ്രദ്ധിക്കുക, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ സൈൻ സെഡ് വൺ പ്ലസ് സെഡ് ടുവിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് സൈൻ സെഡ് വൺ മൈനസ് സെഡ് ടുവിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. സോ വി ഗെറ്റ് സൈൻ സെഡ് വൺ പ്ലസ് സെഡ് ടു പ്ലസ് സൈൻ സെഡ് വൺ മൈനസ് സെഡ് ടു. അതുകൊണ്ട് എന്താണ്, ആ ഐഡൻറ്റിറ്റി എന്തായി പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, സോൾവ് ദി ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ കോസ് സെഡ് ഈക്വൽ ടു 10. കോസ് സെഡ് ഈക്വൽ ടു 10 എന്നുള്ള ഈ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ഏത് വാല്യൂ ഓഫ് സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കോസ് സെഡ് 10 ആവുന്നതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ കോസ് സെഡ് ഈക്വൽ ടു 10 ആണ്. നമുക്ക് കോസ് സെഡ് ഈക്വൽ ടു നമുക്ക് എന്താണ്, ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ബൈ 2 ആണ്. സെഡ് ഈക്വൽ 10 നമ്മൾ സോൾവ് ചെയ്യാം. ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഈക്വൽ ടു 20 കിട്ടും. ദെൻ ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഈക്വൽ ടു 20 കിട്ടി. നമ്മൾ എന്ത് ചെയ്തു, ഈ 20നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ദെൻ എന്ത് കിട്ടും, ഇ റേസ് ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇ റേസ് ടു ഐ സെഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ത്രൂ ഔട്ട് നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഇ റേസ് ടു ഐ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു ഐ സെഡ് ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് എന്നാൽ ഇ റേസ് ടു ഐ സെഡ് ഇൻറ്റു 2 ദാറ്റ് ഈസ് ഇ റേസ് ടു 2 ഐ സെഡ് വരും. ഇവിടെ എന്തായിട്ട് മാറും, ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. ഇവിടെ 20 ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് വരും. സോ വി ഗെറ്റ് ഇ റേസ് ടു 2 ഇൻറ്റു ഐ സെഡ് മൈനസ് 20 ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് പ്ലസ് 1 ഈക്വൽ ടു 0 വിച്ച് ഈസ് എൻ ക്വാഡ്രാറ്റിക് ഫോം. അതെന്താണ്, ക്വാഡ്രാറ്റിക് ഫോം ആണ്.
then നമുക്ക് എന്ത് പറ്റും അവിടെ e raised to iz നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് മൈനസ് ബി. ഇവിടുത്തെ ബി എന്താണ് 20 ആണ് അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് ഇവിടെ നമുക്ക് എന്താണ് e raised to iz ആണ് വരുന്നത്. ദാറ്റ് ഈസ് e raised to iz സ്ക്വയർ മൈനസ് 20 e raised to iz പ്ലസ് 1 ഈക്വൽ 0 എന്ന ഫോമിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണിത്. then e raised to iz ഈക്വൽ നമുക്ക് എന്ത് സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 20 സ്ക്വയർ മൈനസ് 4/2 വരും. ദാറ്റ്സ് ഈക്വൽ എന്ത് വരും 20 പ്ലസ് ഓർ മൈനസ് 6 ഇൻറ്റു റൂട്ട് 11/2 വരും. ദാറ്റ്സ് ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് 3 റൂട്ട് 11 വരും. Thus for n equal to 0 plus or minus 1 plus or minus 2 etc. we have I z equal to എന്ത് ഇതിന് ലോഗരിതം എടുക്കാം log 10 plus or minus 3 root 11 to the base e plus 2n pi I വരും. Dividing by I and we utilizing log 10 minus 3 root 11 to the base e equal to minus log 10 plus 10 plus 3 root 11 to the base e വരും. Then we can express the solution of the equation as z equal to 2n pi I plus I in the log 10 plus or minus 3 root 11 to the base ആയിട്ട് നമുക്ക് എന്ത് പറ്റും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കോസ് സെറ്റിനെയും സൈൻ സെറ്റിനെയും നമ്മൾ എന്ത് ചെയ്തു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ടേമിൽ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്തു. ആ റെപ്രസെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. സം ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. that is sin of minus z equal to minus sin z ആണ്. cos of minus z equal to cos z ആണ്. അതുപോലെ sin z1 plus z2 എന്നാൽ minus sin z1 cos z2 plus cos z1 sin z2 ആണ്. cos z1 plus z2 എന്ന് പറഞ്ഞാൽ cos z1 cos z2 minus sin z1 sin z2. then cos z plus sin cos z equal to 1 ആണ്. sin 2z equal to 2 sin z cos z ആണ്. cos 2z equal to cos square z minus sin square z ആണ്. sin z plus pi by 2 എന്ന് പറഞ്ഞാൽ cos z ആണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ എന്താണത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ആ 8 ഐഡൻറ്റിറ്റീസ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഷോ ദാറ്റ് e raised to iz equal to cos z plus I sin z for any complex number z. ഏതൊരു കോംപ്ലക്സ് നമ്പർ സെറ്റിനും e raised to iz എന്ന് പറഞ്ഞാൽ cos z plus I sin z നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ദെൻ വി നോ ദാറ്റ് ഫോർ എനി കോംപ്ലക്സ് നമ്പർ z sin z ഈക്വൽ ടു എന്താണ് e raised to iz minus e raised to minus iz by 2i ആണ്. ആൻഡ് cos z ഈക്വൽ ടു എന്താണ് e raised to iz plus e raised to minus iz by 2 ആണ്. ദെൻ e raised to iz sin z cos z എന്നാണ് രണ്ടും ആ ടേമിലാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സം ചെയ്യുക. ദാറ്റ് ഈസ് cos z plus I into sin z ചെയ്ത് നോക്കുക. cos z plus I into sin z ആണ് തരും. cos z equal to e raised to iz plus e raised to minus iz by 2 ആണ്. പ്ലസ് I into sin z എന്നാൽ e raised to iz minus e raised to minus iz by 2 ആണ്. 2i ആണ്. then ഇവിടുത്തെ i തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. then രണ്ടിനും ഡിനോമിനേറ്റർ എന്താണ് 2 ആണ്. നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ പറ്റും. e raised to iz വരുന്നത് ഇവിടെ e raised to iz വരുമ്പോൾ 2 e raised to iz വരും. ഇവിടെ e raised to minus iz ഉണ്ട്. ഇവിടെ മൈനസ് e raised to minus iz ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ e raised to minus iz ഉം ഇവിടുത്തെ e raised to minus iz നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തുണ്ടാവുക 2 into e raised to iz by 2 ഉണ്ടായിരിക്കും. 2 കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി എന്തുണ്ടാവുക e raised to iz വരും. ദാറ്റ് ഈസ് cos z plus I into sin z equal to e raised to iz. ഓക്കെ, ഓയിലേഴ്സ് ഫോർമുല. ദ നെക്സ്റ്റ് നമുക്ക് അനാലിറ്റിസിറ്റി. എന്താണ് അനാലിറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനാലിറ്റിക് പ്രോപ്പർട്ടിയും ഡെറിവേറ്റീവ് പ്രോപ്പർട്ടിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആ പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയാൽ മതി. പക്ഷേ അനാലിറ്റിക് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പോയിന്റിലും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നെയ്ബർഹുഡിലും എന്തായിരിക്കും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ ഇവിടെ അനാലിറ്റിസിറ്റി നമുക്ക് ചെക്ക് ചെയ്യാണ്ട് cos z ആൻഡ് sin z ആർ എൻറ്റയർ ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ് e raised to iz ഉം e raised to minus iz ഉം എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട്. sin z equal to 0 only for the real number z equal to n pi where n is an integer, and cos z equal to 0 for only the real number z equal to 2n plus 1 pi by 2 where n is an integer. Then okay, then analyticity ഇത് കഴിഞ്ഞ സെക്ഷനിലൊരു ഇതായിട്ടാണ്. then cos z plus cot z plus cosec z are analytic except at the point z equal to n pi. z equal to n pi എന്ന് പറഞ്ഞ പോയിന്റ് ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും എന്താണ് കോഡ് സെറ്റും നമ്മളുടെ കൊസീക്ക് സെറ്റ് എന്തായിരിക്കും അനാലിറ്റിക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് എന്ത്
derivatives of trigonometric functions. That is d by dz of sin z equal to എന്ത് വരാം നമ്മൾ പറഞ്ഞു sin z എന്നാൽ e raised to iz minus e raised to minus iz by 2i ആണ്. സോ അത് നമ്മൾ ഡെറിവേഷൻ എടുക്കുമ്പോൾ നമ്മൾ ബൈ പാർട്സ് നമ്മൾ ഡെറിവേഷൻ എടുക്കും. that is 1 by 2i into d by dz of e raised to iz minus d by dz of e raised to minus iz. that is 1 by 2 into I into e raised to iz minus minus I into e raised to minus iz. that is ഇവിടുത്തെ പ്ലസ് ആയിട്ട് മാറും. then ഈ ഐ നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഐയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് ബാക്കി ഉണ്ടാവുക 1 by 2 into e raised to iz plus e raised to minus iz. that is e raised to iz plus e raised to minus iz by 2 വരും. that's equal to the equation ആണ് cos z ന്റെ equation. that is derivative of sin z equal to എന്താണ് cos z ആണ്. then cos z ന്റെ derivation എന്താണ് minus sin z ആണ് വരിക. okay, similarly d by dz of cos z equal to minus sin z. അതിന്റെ പ്രൂഫ് ആണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ എന്ത് ചെയ്യാം cos z ആണ് എന്താണ് e raised to iz plus e raised to minus iz by 2 ആണ്. then നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബൈ ഓരോ ടൈം ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് e raised to iz minus e raised to minus iz by 2i വരും. that is minus sin z ന്റെ ഇക്വേഷൻ ആണ് കിട്ടുക. okay, then what do you mean by zeros of trigonometric function? ഒന്ന് ഒരു റിമാർക്ക് നമുക്ക് നോക്കണം. sin h y എന്ന് പറഞ്ഞാൽ എന്താണ് e raised to y minus e raised to minus y by 2 ആണ്. and cos h y എന്ന് പറഞ്ഞാൽ e raised to y plus e raised to minus y by 2 ആണ്. okay, with z equal to x plus iy. the definition of trigonometric functions implies sin z equal to e raised to I into x plus iy minus e raised to minus I into x plus iy by 2 വരും. ആണെന്ത് sin z എന്ന് പറഞ്ഞു. ഓക്കെ, sin z equal to by 2i അല്ലേ, ഇവിടെ 2i വരും, അത് കറക്റ്റ് ചെയ്യുക, അവിടെ by 2i വരും. ഓക്കെ, then നമ്മൾ ചെയ്യുമ്പോൾ sin x into e raised to y plus e raised to minus y by 2 plus I into cos x e raised to y plus e raised to minus y by 2 ആയിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ഓക്കെ, that is sin z equal to sin x cos y plus cos h y plus I into cos x sin h y എന്ന് കിട്ടും. അതങ്ങനെയാണെങ്കിൽ നമുക്ക് cos x z ന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും cos x cos h y minus I into sin x sin h y കിട്ടും. then cos h square y equal to 1 plus sin h square y and mod sin h square equal to sin square x plus sin h square y and mod cos z square equal to cos square x plus sin h square y. ഇതൊക്കെ എന്താണ് കുറച്ച് ഐഡന്റിറ്റീസ് ആണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. ഓക്കെ, now a complex number z is 0 if and only if mod z square equal to 0. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന് 0 എന്ന് പറയണമെങ്കിൽ അതിൻ്റെ മോഡ് z സ്കോർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ആ സെറ്റിനെ അതിൻ്റെ 0 എന്ന് പറയാൻ പറ്റും. സപ്പോസ് മോഡ് z സ്കോർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്തായിരിക്കും, ആ കോംപ്ലക്സ് നമ്പർ 0 ആയിരിക്കും. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇഫ് സൈൻ z ഈക്വൽ ടു 0 ദെൻ ഫ്രം ദി എബവ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ ഈക്വൽ ടു എന്തുവരും 0 വരും. that is sin x is equal to 0 and sin h square y equal to 0. sin x എപ്പോഴാണ് 0 വരെ, x is equal to n pi ആവുന്ന കേസ്. sin h square y എപ്പോഴാണ് 0 ആവും, y equal to 0 ആവും. സോ the only zeros of sin z എന്താ വരിക, x plus i y ആണ്. that is x എന്ന സ്ഥാനത്ത് nx വരും. റിയൽ നമ്പേഴ്സ് ആർ z equal to n pi plus 0i. that is n piയിൽ മാത്രമാണ് sin z 0 ആവാം. n equal to 0 1 plus or minus 1 plus or minus 2 etc. അതേപോലെ നമുക്ക് cos z നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. cos z 0 വരെ എപ്പോഴാണ്, only when z equal to 2n pi plus 1 into pi by 2 എന്ന കേസ്, where n equal to 0 plus or minus 1 plus or minus 2 etc. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കുറേ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഒക്കെ നോക്കി, അതൊക്കെ നമുക്ക് പ്രോബ്ലം സെക്ഷനിൽ നമുക്ക് ആവശ്യം വരും. ഓക്കെ, സോൾവ് ദി cos z equal to 10. cos z equal to 10 ആവുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാഡ്രാറ്റിക് ഫോം ഒക്കെ വെച്ചിട്ട് അല്ലേ. സോ cos z equal to 10 that is e raised to iz plus e raised to minus iz by 2 equal to നമുക്ക് 10 കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, e raised to ഇത് നമ്മൾ ആദ്യം അപ്പുറം കൊണ്ടുപോകും, then 20 ആയിട്ട് മാറും. then നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. then e raised to 2 iz minus 20 e raised to iz plus 1 equal to 10 വരും. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. that is e raised to iz equal to 10 plus or minus 3 root 11 വരും. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then iz equal to log 10 plus or minus 3 root 11 plus 2 n pi i വരും. then നമ്മൾ i കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു,
യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ലോഗ് 10 മൈനസ് 3 റൂട്ട് 11 ഈക്വൽ വരും മൈനസ് ലോഗ് 10 പ്ലസ് 3 റൂട്ട് 11 വരും. ദെൻ നമുക്ക് സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഇക്വേഷൻ z ഈക്വൽ ടു 2n pi I പ്ലസ് I ഇൻറ്റു ലോഗ് 10 പ്ലസ് ഓർ മൈനസ് 3 റൂട്ട് 11 ടു ദി ബേസ് c ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ പ്രോബ്ലം നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് റിപ്പീറ്റ് ആയിട്ടൊരു സെക്ഷൻ ഇതുകൂടി വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എങ്ങനെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദെൻ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പറഞ്ഞു, കുറേ ഐഡൻറ്റിറ്റീസ് പറഞ്ഞു, എക്സാമ്പിൾസും നോക്കി. ഓക്കെ,